CJP പ്രതിഷേധം വിജയം കണ്ടതോടെ പ്രധാന ചോദ്യം ഇതാണ്. ഇത് BJP സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണോ? മധു, അവസാനത്തിൻ്റെ ആരംഭമാകാനുള്ള ശേഷി ഈ മൂവ്മെൻറ്റിനുണ്ട് എന്ന് പറഞ്ഞത് CPM-ഉം കോൺഗ്രസുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ MA ബേബിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ തന്നെയാണ്. പക്ഷെ തിരിച്ചറിയാൻ BJP-ക്കും കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഈ പ്രധാന രാജ്യ അടക്കമുള്ള അവരുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ജനറേഷനാണ് BJP-യുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം എന്ന നിലയ്ക്കല്ല അവർ കാണുന്നത്. 10-25 വർഷത്തിന് ശേഷം ഏത് സംസ്ഥാനം ഭരിക്കണം, അല്ലെങ്കിൽ എവിടെ എന്തു രാഷ്ട്രീയ മാറ്റം വരുത്തണം എന്നത് സംബന്ധിച്ച് കൃത്യമായ അജണ്ടയും കൃത്യമായ ഒരു സ്ട്രാറ്റജിയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് BJP. അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ഒരു ജനറേഷൻ അപ്പാടെ രാഷ്ട്രീയമായ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങുന്നു എന്ന് മനസ്സിലാകുന്ന ഇടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ വേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. RSS-ഉം BJP-യും തമ്മിൽ സംയുക്തമായൊരു ചർച്ച പ്രധാന രാജ്യ വിഷയത്തിൽ നടന്നത്. അങ്ങനെ പറ്റുള്ളൂ, കാരണം RSS-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആ ചർച്ചയിൽ വളരെ സ്ട്രാറ്റജിക്കായ തീരുമാനമാണ് എടുക്കുന്നത്. ആദ്യം പ്രധാന രാജ്യം അല്ലാത്ത ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക. അതിൽ ആ സമരം അവസാനിക്കുന്നില്ല എങ്കിൽ ഏറ്റവും അവസാന കൈയായി പ്രധാന രാജി എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുക. അത് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപിച്ച സമയം പൂർത്തീകരിക്കുന്നതിന് മുൻപ് പ്രധാന രാജി ഉണ്ടാകുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ഒരു ജനറേഷൻ മുഴുവനും, അതാണ് നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന ആ തലമുറയും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെയും മുഴുവനും ഈ സമരത്തിൻ്റെ വിജയവും ഈ സമരത്തിനുണ്ടാകുന്ന വലിയ ജനകീയ പിന്തുണയുടെയും കാര്യം എന്ന് പറയുന്നത് വളരെ ജനുവിനായൊരു റീസൺ, ഒരു കാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് നടന്ന സമരം എന്നുള്ളതാണ്. അതിലുണ്ടായ ഇടപെടലുകൾ, അത് പോലീസ് അതിക്രമമുള്ള കാര്യങ്ങൾ വലിയ ജനരോഷം രാജ്യവ്യാപകമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് BJP തിരിച്ചറിഞ്ഞു. അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാക്കൾക്കടക്കം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രതിപക്ഷത്തിൻ്റെയും ജനസമ്മതി വർദ്ധിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഏറ്റവും അവസാനത്തെ ദിവസം നരേന്ദ്രമോദിയുടെ ആദ്യ വീഡിയോയ്ക്ക് തൊട്ട് മുൻപ് പ്രതിപക്ഷം ഗാന്ധി സ്മാരകത്തിലേക്ക് നടത്തിയ, ഗാന്ധി സ്മൃതിയിലേക്ക് നടത്തിയ മാർച്ച്, ആ പേര്, ആ സമരതന്ത്രം, ഇതൊക്കെ വലിയ തോതിൽ BJP-യെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അവസാനത്തിൻ്റെ ആരംഭമാകുമോ എന്ന ചോദ്യം കേന്ദ്രം സ്വയം ചോദിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നൊന്നുണ്ട്. CJP മുന്നോട്ട് വെച്ച, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ഒരു തർക്കമാണല്ലോ നടക്കുന്നത്. ആ തർക്കം തുടങ്ങിയത് മറ്റാരുമല്ല, അത് BJP തന്നെയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിനില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് BJP-യുടെ ഹാൻഡിലുകളാണ്. എന്തുകൊണ്ടാണ് ഈ ക്രെഡിറ്റ് CJP-ക്ക് മാത്രം? CJP-യുടെ സ്നേഹം വന്നുകൊണ്ടാണോ? ഈ മുട്ടുകുത്തിച്ച CJP-യുടെ സ്നേഹമുള്ളത് കൊണ്ടാണോ? അഭിജിത് ദീപ്കയും CJP-യും ഈ നാട്ടിലെ യുവത്വവും വിദ്യാർത്ഥികളും ചേർന്ന് സമരം നടത്തിയത് കൊണ്ടാണ് ഞങ്ങളിതാ തോറ്റുകൊടുക്കാൻ തയ്യാറായത്. അവരുടെ ഭാഷ്യമാണ് കേട്ടോ. ആ നിലയ്ക്ക് അവർ പറയുന്നതല്ല. ആ ക്രെഡിറ്റിൻ്റെ ഒരു നാരോ ഒരു വേരോ പ്രതിപക്ഷത്തിന് ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമാണ്, പ്രതിപക്ഷത്തിൻ്റെ കൂടി പിന്തുണ കൊണ്ടാണ് CJP-യുടെയും ഈ രാജ്യത്തെ യുവാക്കളുടെയും ഈ പ്രൊട്ടസ്റ്റ് വിജയിച്ചത് എന്ന് ലോകം ചർച്ച ചെയ്യുന്നതിനോട് അവർക്കൊരു താല്പര്യവുമില്ല എന്നതുകൊണ്ട് കൂടിയാണ് 100% ക്രെഡിറ്റ് CJP-ക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ വലത് ഹാൻഡിലുകളിൽ കാണുന്നത് എന്നോർക്കണം. അതായത് CJP 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 3 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് ഈ മാമൂലായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടേതുപോലെ ഇത് നടന്നു കഴിയുമ്പോൾ ഞങ്ങളെ തല്ലിച്ചതച്ചില്ലേ, അതിന് മറുപടി പറയൂ എന്ന് പറയുന്ന സ്വഭാവമില്ല. അവരൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അല്ല എന്നതുകൊണ്ടാണ്. പക്ഷേ നോക്കുമ്പോൾ CJP പ്രൊട്ടസ്റ്റ് ഇറങ്ങിയത് എന്തിനാണ്? അവർക്ക് ആർക്കെങ്കിലും വളരെ പേഴ്സണലായി ഉണ്ടായ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലാണോ? അല്ല. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, 10-20 കുട്ടികൾ, അവർക്കുണ്ടായ വലിയ നഷ്ടം, അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ വലിയ വേദന, അതായത് ഈ രാജ്യത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയ ഒരു വിഷയം, ഒരു പൊതുവിഷയം ഏറ്റെടുത്ത് അവർ സമരം ചെയ്തു. അവർക്ക് വലിയ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് രാജ്യത്തിൻ്റെ വിഷയമാണ്. അതിവിടുത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനും CPM-നും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അവർ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം CJP മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, CPM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് BJP-ക്ക് അംഗീകരിക്കേണ്ടതില്ല. ഈ സമരം ഒത്തുതീർപ്പാക്കിയത് CJP-യുമായിട്ടാണ്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. സമരം തീർന്നിരിക്കുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന മുഴുവൻ വിഷയങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഭാഷ്യത്തോടെയാണ് നാളെ ഭരണപക്ഷം പാർലമെന്റിലെത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം കിരൺ റിജിജു അടക്കം പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്?
ഞങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1, സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. 2, ടെസ്റ്റ് നടത്തിയിരിക്കുന്നു. 3, ഇനി എന്തിനാ ചർച്ച എന്നുള്ളതാണ്. ഇപ്പൊ സമരവും അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി എന്തിനാണ് ചർച്ച എന്നായിരിക്കും സ്വാഭാവികമായും നാളെ പ്രതിപക്ഷത്തോട് ഈ ചർച്ച ആവശ്യപ്പെടുമ്പോൾ. രാജിക്ക് ശേഷം ചർച്ചയാകാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നിലപാട്. രാജി കഴിഞ്ഞിരിക്കുന്നു, സമരം അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി എന്തിനാണ് ചർച്ച എന്ന ഒരു നിലപാട് BJP പാർലമെന്റിൽ സ്വീകരിക്കാനാണ് ഇനിയുള്ള സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ, ഈ ഫാക്ടറി തൊഴിലാളികൾ അടക്കമുള്ളവരുടെയൊക്കെ പിന്തുണ ഈ CJP പ്രൊട്ടസ്റ്റിന് കിട്ടിത്തുടങ്ങിയിരുന്നു. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജന്തർ മന്ദറിലേക്ക് ഇത്തരത്തിലുള്ള വലിയ സംഘടനകളുടെ മാർച്ചുകൾ ഉണ്ടാകും, ഈ പ്രതിഷേധങ്ങൾ ക്ലബ് ചെയ്യപ്പെടും, അത് വലിയ തോതിൽ പ്രക്ഷുബ്ധമാകും. ഈ വിദ്യാർത്ഥികളുടേത് പോലെയുള്ള രാഷ്ട്രീയമല്ല മറ്റു സംഘടനകളുടേത്. സ്വാഭാവികമായും സമരത്തിന് രാഷ്ട്രീയ മാനം ദേശീയ തലത്തിൽ വരും എന്നുള്ളതും കേന്ദ്രം മുന്നോട്ട് കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പം ഈ കപിൽ റൌത്ത് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് വലിയ തോതിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ലൂസർ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയുള്ള അദ്ദേഹത്തിന് എതിരെയുള്ള സ്ലോഗൻസ് ഒക്കെ മുടക്കിക്കൊണ്ട് വലിയ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം ആ വിദ്യാർത്ഥികൾ വന്ന് അദ്ദേഹത്തോട് മാപ്പ് പറയുന്ന കാഴ്ച നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു തെറ്റ് പറ്റിയെന്ന ബോധ്യത്തിൽ നിന്ന് തിരുത്താൻ കൂടി കഴിയുന്നതാണ് നമ്മുടെ തലമുറ എന്നുള്ളതും ജന്തർ മന്ദറിൽ സമരത്തിന് ശേഷം അവരത് വൃത്തിയാക്കിയതും അങ്ങനെയുള്ള പല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൂടിയാണ് പുതുതലമുറ രാഷ്ട്രീയത്തിന്റെ കാഴ്ച എന്ന് കാണാൻ കഴിയുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഗോദി മീഡിയ എന്ന് CJP വിളിച്ച ആ മീഡിയ എന്താണ് കാണിക്കുന്നത്? ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നൊരു തലക്കെട്ടുണ്ട്, അത് NDTVയുടേതാണ്. PM മോദീസ് റീൽ ടോപ്സ് 303 മില്യൺ വ്യൂസ് അമിഡ് CJP പ്രൊട്ടസ്റ്റ്. നാണമാവില്ലേ ഇങ്ങനെ തലക്കെട്ടിടാൻ, ഇങ്ങനെ വാർത്ത കൊടുക്കാൻ? PM മോദിയുടെ റീലിന് 303 മില്യൺ വ്യൂ ഉണ്ട് ഈ പറയുന്ന പ്രൊട്ടസ്റ്റുകൾക്കിടയിലും. എന്തിനാണ്? നരേന്ദ്രമോദിയുടെ ജനസമ്മതി ഇടിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഇപ്പോഴും ലോകം മുഴുവനും ആളുകൾ കണ്ണുനട്ട് കാത്തിരിക്കുന്നു എന്ന് തലക്കെട്ട് എഴുതാൻ കഴിയുന്ന മീഡിയയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ്. CJP രാഷ്ട്രീയ പാർട്ടിയാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ആകില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്ന സൂചന. മറ്റ് പ്രശ്നങ്ങൾ ഏറ്റെടുക്കും എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് അവർ ചെല്ലുകയില്ല എന്നത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം നിലവിൽ. ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കാണാം. Meet the editors.